കർത്താവിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും മാറ്റിവെക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊരു വലിയ സ്വർഗീയ സൗഭാഗ്യമാണെന്ന് നമ്മൾ ഇവിടുത്തെ ക്ലീശയാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ കുറേ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിറകെ ഓടുമ്പോൾ ദൈവത്തിരുമുൻപിലിരിക്കുന്ന മനുഷ്യരെ നമ്മളിങ്ങനെ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുക. സമയം കളയാന്ന് പറഞ്ഞു അവരനുഭവിക്കുന്ന ദൈവ സന്തോഷത്തിൻ്റെ, സ്വർഗ സന്തോഷത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് എന്ത് ഐഡിയ ഉണ്ട് നമുക്ക്? മാറ്റിവെക്കുന്നതൊക്കെ വലിപ്പമുള്ള മറ്റെന്തോ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നുണ്ട്. ആ ഒരു പിക്ചർ ഓർമ്മിക്കുന്നുണ്ട്. കർത്താവ് ഒരു പാവയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിന്റെ മുൻപിൽ കൈനീട്ടി നിൽക്കുന്നുണ്ട്. ഒരു കൈ ഇങ്ങനെ പിറകിൽ വെച്ചിട്ടുണ്ട്. ആ ചെറിയ പാവ കൊടുക്കാനായിട്ട് ഈ കുഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയെ കാണും. അവൾ ആ പാവ കൊടുത്താല് പിറകിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കയ്യില് 10 ഇരട്ടി വലിപ്പമുള്ള വലിയൊരു പാവയുമായിട്ടാണ് കർത്താവ് നിൽക്കണം. അവന് വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ ഇതുവരെ നമ്മൾ തയ്യാറാവാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ സന്തോഷം എന്താണെന്നറിയാത്ത വിധത്തിൽ നമ്മുടെ സമ്പത്ത് ഈ ഭൂമിയിൽ മാത്രം സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ആകുലത കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവാണ് ആ നിധിയെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന നിക്ഷേപമെങ്കിൽ ഉള്ളിൽ സമാധാനമെന്നറിയാൻ പോണേ. നമ്മളിപ്പോഴും ഇങ്ങനെ ആ ഒരു കുരങ്ങന്മാരെ കണക്കാം, മർക്കടമുഷ്ടി എന്നൊക്കെ പറയൂലേ. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു ട്രാപ്പാണത്. വാവട്ടം കുറഞ്ഞൊരു പാത്രത്തില്, ഒരു കുടത്തില് കടലയിട്ട് വെക്കുന്നു. കുരങ്ങന്മാരെ പിടിക്കാനായി അവർ വന്ന് ഈ കടലയെടുക്കുന്നു. ഇങ്ങനെ ആ കൈ തുറക്കാത്തിടത്തോളം കാലം, വിട്ടുകളയാത്തിടത്തോളം കാലം അവർക്ക് കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ കുരങ്ങന്മാരാണെങ്കിൽ എടുത്ത കടല ഇനി ഒരിക്കലും വിട്ടുകളയുന്നില്ല. അങ്ങനെ അവര് കെണിയിൽ പിടിയിലാവുന്നുണ്ട്. മർക്കടമുഷ്ടി. നമുക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് ഇപ്പോഴും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കോ സന്തോഷത്തിലേക്കോ പോവാനായിട്ട് നമുക്ക് പറ്റണമില്ല. പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബത്തെയും ഈ ദൈവത്തിങ്കിലേക്ക്, ദൈവാനുഭവത്തിലേക്ക്, സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് ഉയരാൻ തടസ്സം നിന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു. ദൈവത്തെ കാണുന്നതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ തിരക്കുള്ള ഷെഡ്യൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാറ്റി നിർത്തണം.